ചൊവ്വൂരിൽ സ്വകാര്യ ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറി 3 സ്ത്രീകൾക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ബസ് ജീവനക്കാർ ഇറങ്ങിയോടി. മുളകുന്നത്തുകാവിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. വാൽപ്പാറ പച്ചമല എസ്റ്റേറ്റിൽ പുലി കടിച്ചുകൊണ്ടുപോയ 4.5 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് തമിഴ്നാട് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. തൃശൂരിലെ കോൺഗ്രസിൽ ഉടലെടുത്ത ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ. നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നാളെ ജില്ലയിൽ. കുമരനെല്ലൂരിൽ ജോലിക്കിടെ ഷോക്കേറ്റ് വൈദ്യുതി ജീവനക്കാരൻ മരിച്ചു. കാഞ്ഞിരക്കോട് കൊടുമ്പ് സ്വദേശി സുധാകരനാണ് മരിച്ചത്. KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിയെ റിമാൻഡ് ചെയ്തു. കോഴിക്കോട് സ്വദേശി സവാദിനെയാണ് തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. തൃശൂർ അയ്യന്തോൾ മോഡൽ റോഡ് കുടിവെള്ള പൈപ്പ് പൊട്ടി തകർന്നു. റോഡിലൂടെ കുടിവെള്ളം ഒഴുകിയിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ. പുല്ലഴി ചെറിയ പാലത്തിൽ അടിഞ്ഞുകൂടിയ ചണ്ടിയും കുളവാഴയും 5 ദിവസത്തിനുള്ളിൽ നീക്കി തുടങ്ങുമെന്ന് ഇറിഗേഷൻ വകുപ്പ്. നടപടി TCV വാർത്തയെ തുടർന്ന്. വാർത്തകൾ വിശദമായി. ചൊവ്വൂർ 5-ാം കല്ലിൽ ട്രാഫിക് പഞ്ചിംഗ് ബൂത്തിന് സമീപം ബസ് സ്റ്റോപ്പിലേക്ക് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറി 3 സ്ത്രീകൾക്ക് പരിക്കേറ്റു. ചെറുവത്തേരി സ്വദേശിനി, കാര്യാട്ടുപറമ്പിൽ സംഗീത, പ്രേമ, സയന എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ബസ് സ്റ്റോപ്പും സമീപത്തെ വൈദ്യുതി തൂണും തകർന്നു വീണു. വൈദ്യുതി ബന്ധം നിലച്ചു. അപകടത്തെ തുടർന്ന് ബസ് ജീവനക്കാർ ഇറങ്ങിയോടി. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. മാസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് നിയന്ത്രണം വിട്ടുവന്ന ബസ് യാത്രക്കാരിയെ ഇടിച്ചു തെറിപ്പിച്ചിരുന്നു. ബസ്സുകളുടെ അമിത വേഗത മൂലം മേഖലയിൽ അപകടങ്ങൾ പതിവായിരിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. മുളകുന്നത്തുകാവിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. പ്രദേശത്ത് വൻ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. ഇന്ന് രാവിലെയായിരുന്നു അപകടം. തടി കയറ്റി വന്ന ലോറിയും കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കാർ ഡ്രൈവർ വടക്കാഞ്ചേരി സ്വദേശി മോഹനന് നിസ്സാര പരിക്കേറ്റു. ഇയാളെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ലോറി റോഡിൽ നിന്ന് മാറ്റാനാകാത്തതാണ് ഗതാഗതക്കുരുക്കിന് കാരണമായത്. ഇതോടെ തൃശൂർ ഷൊർണൂർ റോഡിന്റെ ഇരുവശത്തേക്കും 2 കിലോമീറ്ററോളം ദൂരത്തിൽ വാഹനങ്ങൾ കുരുങ്ങിക്കിടന്നു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മിനിറ്റുകൾക്കിടയിൽ നിരവധി ആംബുലൻസുകൾ പോകുന്ന പാതയാണ് ഗതാഗതക്കുരുക്കിൽപ്പെട്ടത്. വാൽപ്പാറയിൽ പുലി കടിച്ചുകൊണ്ടുപോയ 4.5 വയസ്സുകാരി റുസ്നയുടെ മൃതദേഹം കണ്ടെത്തി. 200 മീറ്റർ അകലെ കാടിനകത്ത് വികൃതമായ വിധത്തിലായിരുന്നു മൃതദേഹം. പകുതിയോളം ഭാഗം പുലി കടിച്ചെടുത്ത നിലയിലായിരുന്നു. തലയിലും കടിയേറ്റിട്ടുണ്ട്. തമിഴ്നാട് വനംവകുപ്പും പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും സംയുക്തമായി നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഡോഗ് സ്ക്വാഡും തിരച്ചിലിനെത്തിയിരുന്നു. ജാർഖണ്ഡ് സ്വദേശി മനോജ് കുന്ദയുടെ മകൾ റുസ്നി ക്വാർട്ടേഴ്സിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് തേയിലത്തോട്ടത്തിൽ നിന്നെത്തിയ പുലി കുട്ടിയെ കടിച്ചുകൊണ്ടുപോയത്. ഉടനെ സ്ഥലത്തെത്തിയ വനപാലകരും നാട്ടുകാരും ചേർന്ന് അന്വേഷണം നടത്തിയെങ്കിലും രാത്രി ഏറെ വൈകിട്ടും കുട്ടിയെ കണ്ടെത്താനായിരുന്നില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ തോട്ടം തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. അതേസമയം മരിച്ച കുട്ടിയുടെ കുടുംബാംഗങ്ങൾ തമിഴ്നാട് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. തൃശൂരിലെ കോൺഗ്രസ് നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നാളെ ജില്ലയിലെത്തും. തേറമ്പിൽ രാമകൃഷ്ണൻ, ജോസഫ് ടാജറ്റ്, TN പ്രതാപൻ, TV ചന്ദ്രമോഹൻ, ജോസ് വള്ളൂർ, MP വിൻസെന്റ്, അനിൽ അക്കര, PA മാധവൻ, O അബ്ദുറഹ്മാൻകുട്ടി, ജോസഫ് ചാലിശ്ശേരി എന്നീ നേതാക്കളുമായാണ് ചർച്ച. തൃശൂർ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നേതൃത്വം ഇടപെടുന്നതിന്റെ ഭാഗമായാണ് ദീപാദാസ് മുൻഷിയുടെ സന്ദർശനം. സമാന്തര പ്രവർത്തനങ്ങൾ നടത്തുന്ന നേതാക്കൾക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. അടുത്തിടെ തൃശൂരിലുണ്ടായ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളും സമാന്തര നീക്കങ്ങളും നേതൃത്വത്തിന്റെ ശ്രദ്ധയിലുണ്ട്. തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ നഷ്ടമായത്, ഗുരുവായൂർ അർബൻ ബാങ്ക് പ്രസിഡന്റിന്റെ പുറത്താക്കൽ, കൊരട്ടിയിലെ കയ്യാങ്കളി തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഉയർന്നുവന്നു. A ഗ്രൂപ്പ് നേതാക്കൾ രഹസ്യയോഗം ചേർന്നു. I ഗ്രൂപ്പിലെ ചില നേതാക്കൾ സമാന്തര പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നും പരാതികൾ ഉയർന്നിട്ടുണ്ട്. DCC പ്രസിഡന്റായി ജോസഫ് ടാജറ്റ് ചുമതലയേറ്റിട്ട് അധികം നാളായിട്ടില്ല. എന്നാൽ ടാജറ്റിനെ ലക്ഷ്യം വെച്ചും നീക്കങ്ങൾ നടക്കുന്നു.
DCC നേതൃത്വം പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ല എന്നാണ് ചിലരുടെ പരാതി. അനിൽ അക്കരയെ DCC തലപ്പത്ത് കൊണ്ടുവരാനുള്ള ആലോചനയും അണിയറയിൽ നടക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തൃശൂരിലെ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് നേതൃത്വം. അതിന്റെ ഭാഗമായാണ് ദീപാദാസ് മുൻഷി ജില്ലയിലെത്തി നേതാക്കളുമായി ചർച്ച നടത്തുന്നത്. TCV തൃശൂർ. കുമരനെല്ലൂരിൽ വൈദ്യുതി പോസ്റ്റിൽ നിന്ന് ഷോക്കേറ്റ് KSEB ജീവനക്കാരൻ മരിച്ചു. കാഞ്ഞിരക്കോട് കൊടുമ്പ് ചാത്തൻചിറ ഉന്നതിയിൽ 42 വയസ്സുള്ള സുധാകരനാണ് മരിച്ചത്. KSEB വടക്കാഞ്ചേരി സെക്ഷനിലെ ജീവനക്കാരനായ ഇയാൾക്ക് കുമരനെല്ലൂർ മരക്കമ്പനി പരിസരത്ത് വെച്ചാണ് ഷോക്കേറ്റത്. ഒരു വീട്ടിലേക്കുള്ള വൈദ്യുതി പുനഃസ്ഥാപിക്കാനായി സർവീസ് വയർ ബന്ധിപ്പിക്കുന്നതിനിടെയാണ് ഷോക്കേറ്റത്. പോസ്റ്റിൽ കുടുങ്ങിയ സുധാകരനെ അഗ്നിരക്ഷാസേന താഴെ എത്തിച്ച് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതിയെ റിമാൻഡ് ചെയ്തു. കോഴിക്കോട് സ്വദേശി സബാദിനെയാണ് തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. ഈ മാസം 14-ന് മലപ്പുറത്തേക്കുള്ള KSRTC ബസ്സിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. ബസ്സിൽ വെച്ച് സവാദ് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. യുവതി പരാതി പറഞ്ഞതോടെ പേരാമംഗലത്ത് വെച്ച് സവാദ് ബസ്സിൽ നിന്നിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. തൃശൂർ ഈസ്റ്റ് പോലീസ് പിന്തുടർന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് പിടികൂടിയത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 2023-ൽ നെടുമ്പാശ്ശേരിയിൽ സമാന കേസിൽ സവാദ് അറസ്റ്റിലായിരുന്നു. KSRTC ബസ്സിൽ യുവതിക്ക് നേരെ നഗ്നത പ്രദർശിപ്പിച്ച സംഭവത്തിലായിരുന്നു അറസ്റ്റ്. അന്ന് ഇയാൾക്ക് ഓൾ കേരള മെൻസ് അസോസിയേഷൻ സ്വീകരണം നൽകിയ സംഭവം വിവാദമായിരുന്നു. തൃശൂർ അയ്യന്തോൾ മോഡൽ റോഡ് ഇപ്പോൾ ഒരു മാതൃകാ പാതയല്ല. കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് തകർന്ന് ദിവസങ്ങളായി റോഡിലൂടെ കുടിവെള്ളം ഒഴുകിയിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് അയ്യന്തോൾ ഭാഗത്തേക്ക് പോകുന്ന റോഡിലാണ് പൈപ്പ് പൊട്ടി റോഡ് തകർന്ന് ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴായി പോകുന്നത്. ദിവസങ്ങളോളമായി പൈപ്പ് പൊട്ടി കുടിവെള്ളം വലിയ തോതിൽ റോഡിലൂടെ പരന്നൊഴുകിയിട്ടും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. റോഡിന് നടുവിലാണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. അതിനാൽ ഈ ഭാഗത്ത് ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. ഇതിന് സമീപത്തു തന്നെയായി സമാന രീതിയിൽ റോഡ് തകർന്ന ഭാഗത്ത് അപകടങ്ങളും ഗതാഗതക്കുരുക്കും പതിവായതോടെ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് താൽക്കാലികമായി കുഴിയടച്ചത്. പൂങ്കുന്നം പുഴയ്ക്കൽ റോഡിൽ പണികൾ നടക്കുന്നതിനാൽ ദീർഘദൂര സർവീസ് നടത്തുന്ന KSRTC ബസ്സുകളടക്കം ചെറുതും വലുതുമായി 100 കണക്കിന് വാഹനങ്ങളാണ് ദിവസവും മോഡൽ റോഡിലൂടെ കടന്നുപോകുന്നത്. എന്നിട്ടും അധികൃതർ പൊട്ടിയ പൈപ്പ് നന്നാക്കാനോ കുഴികൾ അടയ്ക്കാനോ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല. കനത്ത മഴയിൽ പടിഞ്ഞാറേക്കോട്ട ജംഗ്ഷനിലും റോഡുകൾ തകർന്നു തുടങ്ങിയതിനാൽ ഇവിടെയും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തുടരുകയാണ്. TCV ന്യൂസ് തൃശൂർ. പുല്ലഴി ചെറിയ പാലത്തിൽ അടിഞ്ഞുകൂടിയ ചണ്ടിയും കുളവാഴയും 5 ദിവസത്തിനുള്ളിൽ നീക്കി തുടങ്ങുമെന്ന് ഇറിഗേഷൻ വകുപ്പ് അധികൃതർ അറിയിച്ചു. സബ് കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. പുല്ലഴി ചെറിയ പാലത്തിൽ ചണ്ടിയും കുളവാഴയും അടിഞ്ഞതോടെ കനാൽ ബണ്ടുകൾ പൊട്ടി പാടത്തേക്ക് വെള്ളം ഒഴുകുമെന്ന സാഹചര്യത്തിൽ കോൾ കർഷക സംഘം കഴിഞ്ഞ ദിവസം മേജർ ഇറിഗേഷൻ ഓഫീസ് ഉപരോധിച്ചിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ ഭരണകൂടം ഇടപെട്ട് സബ് കളക്ടർ അഖിൽ വി മേനോന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് 5 ദിവസത്തിനുള്ളിൽ ചണ്ടിയും കുളവാഴയും ഡ്രെഡ്ജർ ഉപയോഗിച്ച് നീക്കി തുടങ്ങുമെന്ന് ഇറിഗേഷൻ വകുപ്പ് അധികൃതർ അറിയിച്ചത്. ചണ്ടി നീക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയ സാഹചര്യത്തിൽ തൽക്കാലം സമരം അവസാനിപ്പിക്കുന്നതായി കോൾ കർഷക സംഘം ഭാരവാഹികൾ പറഞ്ഞു. ടെൻഡർ ചെയ്ത കുറച്ച് വർക്കുകളുണ്ട്. അപ്പോൾ അത് അടിയന്തരമായിട്ട് അതിൻ്റെ സാധാരണയുള്ള പ്രൊസീജിയർ മാറ്റി 5 ദിവസത്തിനകത്ത് വർക്ക് തുടങ്ങാം എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. അത് ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ടാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും വേഗത്തിൽ അത് വർക്ക് നടത്താൻ കഴിയും. അങ്ങനെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ കഴിയും എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആ നിലയിൽ നടത്തിയിട്ടുള്ള ആ ഉപരോധ സമരത്തിൻ്റെ തുടർച്ചയായിട്ട് ഒരു പരിഹാരം വന്നിട്ടുണ്ട്. ഈ ചെറിയ പാലത്തിൻ്റെ വടക്കേ സൈഡിൽ വെള്ളം ലോഡും തെക്കേ സൈഡിൽ വെള്ളം കുറവാണ്. അപ്പോൾ അത് കാരണം അതൊക്കെ കോളിലേക്ക് കയറിക്കൊണ്ട് കോളിന്ന് ബണ്ട് മറിഞ്ഞു പോവുകയാണ്. അപ്പോൾ അതിൻ്റെയുള്ള പരിഹാരങ്ങൾ ഇനി നോക്കണം. ഇപ്പോഴത്തെ സാഹചര്യം ഞങ്ങൾ ഇന്നലെ ഇരുന്ന ഉപരോധ സമരത്തിൻ്റെ ഒരു ചർച്ച ഞങ്ങളെ ഭരണകൂടം ഞങ്ങളുടെ ഈ സമരം ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. 5 ദിവസത്തിനുള്ളിൽ മാറ്റിത്തരാം തുടങ്ങാം എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് തന്ന കാരണം ഞങ്ങൾ ഇന്ന് ഇതാവുകയാണ്. പുല്ലഴി ചെറിയ പാലത്തിന്റെ തൂണുകളിൽ ചണ്ടിയും കുളവാഴകളും അടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടത് സംബന്ധിച്ച് TCV കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത നൽകിയിരുന്നു. യോഗത്തിൽ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിനി, ജില്ലാ കോൾ കർഷക സംഘം പ്രസിഡന്റ് KK കൊച്ചുമുഹമ്മദ്, പുല്ലഴി കോൾ കർഷക സംഘം ഡയറക്ടർ KN രഘു, സെക്രട്ടറി കോളയങ്ങാട്ട് ഗോപിനാഥൻ, കോർപ്പറേഷൻ ഓവർസിയർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ.
തെക്കൻ പാലയൂരിൽ കുറുനരിയുടെ ആക്രമണത്തിൽ 3 പേർക്ക് കൂടി കടിയേറ്റു. മൂരായ്ക്കൽ നിർമ്മല, കണ്ടംപള്ളി വാസു, വന്നേരി ലളിത എന്നിവർക്കാണ് കടിയേറ്റത്. പാലയൂർ, തെക്കൻ പാലയൂർ മേഖലകളിൽ വ്യാപകമായ ആക്രമണം ഉണ്ടായത്. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ്, താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ പ്രവേശിപ്പിച്ചു. വീട്ടുമുറ്റത്ത് വെച്ചാണ് വാസുവിനും അയൽവാസിയായ നിർമ്മലയ്ക്കും കടിയേറ്റത്. ഇരുവരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരമറിഞ്ഞ് NK അക്ബർ MLA, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, കൗൺസിലർമാരായ KV സത്താർ, സുപ്രിയ രാമചന്ദ്രൻ, ഷാഹിന സലീം എന്നിവർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ചു. അക്രമകാരിയായ കുറുനരിയെ പിടികൂടാനുള്ള നടപടി ആരംഭിച്ചതായി ചെയർപേഴ്സൺ ഷിജി പ്രശാന്ത് പറഞ്ഞു. തെക്കമ്പാലയൂർ പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറുക്കൻ്റെ ആക്രമണം തുടരുകയാണ്. പക്ഷേ ഇന്നലെയാണ് ഭീകരമായിട്ടുള്ള ഒരു ആക്രമണം നടന്നത്. 3 പേരെ കടിക്കുകയുണ്ടായി. തുടർന്ന് ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഈ നേരം വരെ 4 പേരെ കൂടി കടിച്ചിട്ടുണ്ട്. ഈ അക്രമാസക്തമായിട്ടുള്ള ഈ കുറുക്കനെ പിടിക്കുന്നതിന് ഇന്നലെ തന്നെ റേഞ്ച് ഓഫീസറുമായി ബന്ധപ്പെട്ട് വേണ്ട സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ സംഘം ഇന്ന് പ്രദേശത്തെത്തി ഈ കുറുക്കനെ പിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തും. അതിനുവേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഫോറസ്റ്റ് ഓഫീസർക്ക് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 2 വിദ്യാർത്ഥികളെയും തമിഴ്നാട് സ്വദേശിയെയും കുറുനരി ആക്രമിച്ചിരുന്നു. ചേർപ്പ് സെന്റ് ആന്റണീസ് പള്ളിക്ക് സമീപം വളർത്തു കോഴികളെ തെരുവ് നായ്ക്കൾ കൊന്ന നിലയിൽ കണ്ടെത്തി. വടക്കായി ജെയ്സൺ ആന്റണിയുടെ വീട്ടിലെ 50ഓളം കോഴികളെയാണ് തെരുവ് നായ്ക്കൾ ആക്രമിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. വീടിന്റെ പിന്നിലെ കോഴിക്കൂടിന്റെ ഇരുമ്പ് കൂട് പൊളിച്ചാണ് നായ്ക്കൾ അകത്തു കടന്നത്. നേരത്തെയും കോഴികളെ നായ്ക്കൾ കടിച്ചു കൊന്നിരുന്നതായി വീട്ടുകാർ പറഞ്ഞു. ഇടവേള. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മാളയിലെ ജൂതപ്പള്ളിയുടെ മേൽക്കൂര തകർന്നു വീണ സംഭവത്തിൽ പരാതി ലഭിച്ചിട്ടും നടപടി സ്വീകരിക്കുന്നതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. മാള ജൂതപ്പള്ളി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൂതപ്പള്ളിയുടെ പൈതൃകവും സാംസ്കാരിക തനിമയും നിലനിർത്തുമെന്നും അതാണ് സർക്കാർ നിലപാടെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിൻ്റെ പഴയ രൂപം തന്നെ നിലനിർത്തിക്കൊണ്ട് എന്നാൽ ആവശ്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ പ്രത്യേകമായിട്ടുള്ള സ്ഥിതി ഉണ്ടാകും. നേരത്തെ എഞ്ചിനീയർ ഇവിടെ വന്ന് നോക്കിയതായിട്ട് അറിയിച്ചു. 2 ദിവസത്തിനുള്ളിൽ അവർ വീണ്ടും വന്ന് അതിൻ്റെ തുടർ നടപടികളിലേക്ക് കിടക്കും. എന്തായാലും ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യും. അത് ഈ അർത്ഥത്തിൽ തന്നെ സംരക്ഷിച്ച് നിർത്തി. ഇവിടെ മാളയെ മാത്രം ബാധിക്കുന്നൊരു പ്രശ്നമല്ല. ഇതൊരു നാടിൻ്റെ സംസ്കാരവും പാരമ്പര്യവും ലോകത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്താനുള്ള ഒന്നാണ്. ഞാൻ പരാതി ഇപ്പോൾ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. പരാതി ശ്രദ്ധയപ്പെട്ടാൽ അക്കാര്യവും പരിശോധിക്കും. ഇത് വേറെ പ്രയാസമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നേരത്തെ അറിയിച്ചിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള വീഴ്ച ഉദ്യോഗസ്ഥ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് അറിയില്ല. ഉണ്ടെങ്കിൽ ആ കാര്യവും പരിശോധിക്കും. VR സുനിൽകുമാർ MLA, CPI മാള മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ എന്നിവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണ കിരീടം കാണാതായ സംഭവത്തിൽ ഉത്തരവാദിത്തമില്ലെന്ന് ക്ഷേത്ര ഉപദേശക സമിതി. ആഘോഷങ്ങൾ നടത്തുന്നതും ക്ഷേത്രത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങളുമാണ് ഉപദേശക സമിതിയുടെ ചുമതല. ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണങ്ങളും പാത്രങ്ങളും മറ്റും സംരക്ഷിക്കേണ്ടത് ദേവസ്വം ഉദ്യോഗസ്ഥരും ജീവനക്കാരുമാണ്. കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാവുമെന്നും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ജയൻ TCVയോട് പറഞ്ഞു. ഭഗവതിയുടെ ഒരു കിരീടം കാണാതായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. അത് പുതിയ ദേവസ്വം ഓഫീസർ
സച്ചിൻ വർമ്മ ചാർജ് എടുക്കുമ്പോഴാണ് ഇത് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അതിൻ്റെ കുറ്റക്കാരെ കണ്ടെത്തി വളരെ നല്ല രീതിയിലുള്ള അതിൻ്റെ ഇടപെടലുകളും അന്വേഷണങ്ങളും നടത്തി കുറ്റക്കാർക്കെതിരെ ആരായാലും കുറ്റക്കാരെന്ന് വെച്ചാൽ അതിനെതിരെ ശക്തമായ നടപടി ദേവസ്വം ബോർഡ് എടുക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാരത് മാതാ പൂജയും ധർണയും നടത്തി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക വിഭാഗം ആളുകളെ പ്രീണിപ്പിച്ച് വോട്ട് നേടാനാണ് LDFും UDFും ഭാരതാംബയെ എതിർക്കുന്നതെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന ധർണയിൽ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PK ബാബു, അഡ്വക്കേറ്റ് KR ഹരി തുടങ്ങിയവർ സംസാരിച്ചു. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം വീട്ടിൽ പോലും പോകാതെ സൈക്കിളിൽ ലഹരി വിരുദ്ധ പോരാട്ടത്തിനിറങ്ങിയ റിട്ടയർഡ് SI വേറിട്ട മാതൃകയാകുന്നു. കൊല്ലം സ്വദേശിയായ ഷാജഹാനാണ് സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി തൃശൂരിലെത്തിയത്. 31 വർഷത്തെ പോലീസ് സേവനത്തിന് ശേഷം ഇക്കഴിഞ്ഞ മെയ് 31-ന് കൊല്ലം വെസ്റ്റ് സ്റ്റേഷനിൽ നിന്നും വിരമിച്ച SI ഷാജഹാനാണ് വീട്ടിലേക്ക് പോകാതെ ലഹരിക്കെതിരെയുള്ള പോരാട്ടവുമായി സൈക്കിളിൽ നേരെ കാസർകോട്ടേക്ക് പോയത്. കൊല്ലം പള്ളിമൺ സ്വദേശിയായ ഷാജഹാൻ സർവീസ് കാലയളവിൽ തന്നെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ സജീവമായിരുന്നു. വിരമിച്ച അന്ന് കൊല്ലത്ത് നിന്ന് ഷാജഹാൻ ആരംഭിച്ച സൈക്കിൾ യാത്ര മന്ത്രി ചിഞ്ചുറാണിയാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. കാസർഗോഡിന്റെയും കണ്ണൂരിന്റെയും പ്രാന്തപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് വയനാടൻ മലനിരകളും അട്ടപ്പാടിയിലെയും അഗളിയിലെയും മലമടുക്കുകളും താണ്ടി 22-ാം ദിവസം തൃശൂരിലെത്തി. തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപം ലഹരിക്കെതിരെ റിട്ടയർഡ് SI സുബ്രതകുമാറിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ഇൻസ്റ്റലേഷന് മുന്നിൽ ഷാജഹാന്റെ ബാച്ചുകാരായ സഹപ്രവർത്തകർ ചേർന്ന് സ്വീകരണവും നൽകി. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം വ്യാപകമാണെന്നും അതിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായി പോരാടണമെന്നും ഷാജഹാൻ പറയുന്നു. മാതാപിതാക്കൾ ധൈര്യത്തോടെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ കുട്ടികളെ എങ്ങനെ നിയന്ത്രിക്കണം എന്നറിയാൻ പറ്റാതെ മാതാപിതാക്കൾ വിഷമിക്കുന്ന ഒരു സാഹചര്യം. കൊല്ലം ജില്ലയിലെ SPG എന്ന് പറയുന്ന സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ നോഡൽ ഓഫീസറായിരുന്നു. അപ്പോൾ കുറേ സ്കൂളുകളുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഓരോ സ്കൂളുകളിലെയും പ്രശ്നം അതിനകത്ത് കുട്ടികൾ ഉപയോഗിക്കുന്ന ലഹരിയെക്കുറിച്ച് തന്നെയാണ്. ആരും പുറത്ത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രം. ഓരോ സ്കൂൾ അധികൃതരും തുറന്നു പറയുന്നില്ല. നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കെ ഇത് ഒന്ന് തുറന്നു പറയാനുള്ള ബുദ്ധിമുട്ട് മറ്റുള്ള പലർക്കും ഉണ്ട് എന്നുള്ളതിനാൽ റിട്ടയർ ചെയ്യുന്നതിൻ്റെ അന്ന് മുതൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും 14 ജില്ലകളിലും സഞ്ചരിച്ച് ഓരോ സ്കൂളുകളിലും ഓരോ കവലകളിലും ഈ വിഷയം അവതരിപ്പിക്കണമെന്നുള്ള ചിന്തയിൽ ഞാൻ റിട്ടയർ ചെയ്തതിൻ്റെ അന്ന് സ്റ്റാർട്ട് ചെയ്ത യാത്രയാണിത്. ജില്ലയിലെ സന്ദർശനം പൂർത്തിയാക്കി ചാലക്കുടി വഴി എറണാകുളത്തേക്ക് പോകുന്ന ഇദ്ദേഹം തിങ്കളാഴ്ച കൊച്ചി മെട്രോയിലും വാട്ടർ മെട്രോയിലും തന്റെ സൈക്കിളുമായി കയറി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തും. പിന്നീട് മൂന്നാർ വഴി തിരുവനന്തപുരത്തെത്തി ജൂലൈ 2-ന് കൊല്ലത്ത് യാത്ര അവസാനിപ്പിക്കും. 33 ദിവസം കൊണ്ട് 2025 കിലോമീറ്ററാണ് സൈക്കിളിൽ സഞ്ചരിക്കുന്നത്. 2019-ൽ ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനായി 14 ജില്ലകളിലൂടെ 1700 കിലോമീറ്ററോളം സൈക്കിൾ യാത്ര നടത്തിയിരുന്നു. ഷാജഹാന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയാണ് ലഭിക്കുന്നത്. TCV തൃശൂർ. പാൽ വിലവർധന സംബന്ധിച്ച് മിൽമ ഉടൻ തീരുമാനമെടുക്കും. വിലവർധനവ് സംബന്ധിച്ച് തൃശൂർ ഉൾപ്പെട്ട എറണാകുളം മേഖലാ യൂണിയൻ നേരത്തെ ശുപാർശ നൽകിയിരുന്നു. ലിറ്ററിന് 10 രൂപ വർദ്ധിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. തിരുവനന്തപുരം, മലബാർ മേഖലാ യൂണിയനുകൾ അടുത്ത ആഴ്ച മിൽമ ചെയർമാന് ശുപാർശ സമർപ്പിക്കും. ഇതിനുശേഷം മിൽമ ഡയറക്ടർ ബോർഡ് യോഗം ചേർന്ന് തീരുമാനമെടുക്കും. മഴ തുടരുന്നതോടൊപ്പം പലയിടങ്ങളിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തിയതോടെ അന്തിക്കാട് കല്ലിട വഴിയും സെറ്റിൽമെന്റ് സങ്കേതം റോഡും വെള്ളത്തിൽ. ഇതോടെ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായി. കണക്കന്തറ ഗോപി, കോക്കാട്ട് സുരേഷ്, പീച്ചേടത്ത് പ്രജിൽകുമാർ, തച്ചാട്ട് കൊച്ചുണ്ണി, കുന്നത്തേതി ഇന്ദിര തുടങ്ങിയവരുടെ വീടുകളാണ് വെള്ളക്കെട്ടിലായത്. പാറളം, ചാഴൂർ, ചേർപ്പ്, താന്യം, പുള്ളു പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിൽ നിന്നുള്ള അധിക ജലം അന്തിക്കാട് കോൾപ്പാട ശേഖരത്തിലൂടെ ഒഴുകി മണലൂർത്താഴം കോൾപ്പാടങ്ങൾ വഴി ഫേസ് കനാലിലെത്തിയാണ് ഏനാമാക്കൽ റെഗുലേറ്ററിലൂടെ കടലിലേക്ക് ഒഴുക്കിക്കളയുന്നത്. എന്നാൽ അന്തിക്കാട് കോൾപ്പാട ശേഖരത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം സുഗമമായി കടന്നുപോകണമെങ്കിൽ കാഞ്ഞാൺകോൾ, മണലൂർത്താഴം കോൾപ്പാട ശേഖരങ്ങളുടെ ബണ്ടുകൾ താൽക്കാലികമായി പൊളിക്കണം. ഇരു ബണ്ടുകളും പൊളിക്കാത്തതിനാൽ ബണ്ടുകൾ കവിഞ്ഞൊഴുകുന്ന വെള്ളം മാത്രമാണ് നിലവിൽ കടലിലേക്ക് ഒഴുകിപ്പോകുന്നത്. ഇതാണ് അന്തിക്കാട് കല്ലിട വഴി
മണലൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിന്റെ വിവിധ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് ഉയരാൻ കാരണമായതെന്ന് ആക്ഷേപമുണ്ട്. ഈ പ്രശ്നം പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, വൈസ് പ്രസിഡന്റ് PS സജിത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറെ കണ്ട് കത്ത് നൽകിയിട്ടുണ്ട്. കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ എടുക്കുമെന്ന് കളക്ടർ ഉറപ്പു നൽകി. അന്തിക്കാട് കല്ലിട വഴിയിൽ ഇനിയും വെള്ളം ഉയർന്നാൽ ദുരിതത്തിലാകുന്ന വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കാൻ ഒരുക്കങ്ങൾ ചെയ്തതായി അധികൃതർ അറിയിച്ചു. TCV തൃശൂർ. തൃശൂർ പബ്ലിക് ലൈബ്രറിയും മലയാള ഐക്യവേദിയും സംയുക്തമായി മാതൃഭാഷയും വൈജ്ഞാനിക സമൂഹ നിർമ്മിതിയും എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്ന സംവാദം ഡോക്ടർ PV കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ജോൺ സിറിയക്, ഡോക്ടർ ആദർശ് രവി, ഡോക്ടർ CV സുധീർ, ഡോക്ടർ PR രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് ഒല്ലുക്കര മണ്ഡലം കമ്മിറ്റി തൃശൂർ കോർപ്പറേഷന്റെ പറവട്ടാനി ഗ്രൗണ്ടിന് മുന്നിൽ പ്രതിഷേധ കാൽപന്ത് കളി നടത്തി. 9 വർഷമായിട്ടും ഗ്രൗണ്ടിന്റെ പണി പൂർത്തിയാക്കാത്ത കോർപ്പറേഷൻ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. കോടികൾ ചിലവ് ചെയ്ത് 2023 ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം മാത്രം നടത്തി യുവജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ലിയോ രാജൻ അധ്യക്ഷത വഹിച്ചു. K സുമേഷ്, CK ഫ്രാൻസിസ്, പ്രഭുദാസ് പാണയങ്ങാടൻ, ജൻസൺ ജോസ് കാക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. കർഷക അഭിവൃദ്ധിക്കായി ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ഒരു കാർഷിക ഗ്രാമം. തരിശുപടവിൽ കയാക്കിംഗ് ഉൾപ്പെടെയുള്ള ജലവിനോദ പദ്ധതികളുമായി സഞ്ചാരികളെ ആകർഷിക്കുകയാണ് ചേനം. ഈ കാണുന്നത് കേരളത്തിനകത്തോ പുറത്തോ നാം കേട്ടറിഞ്ഞ പ്രധാന ജലവിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നല്ല. കൊയ്ത്തു കഴിഞ്ഞ 550 ഏക്കറോളം വരുന്ന ചേർപ്പ്, ചേനം, കോൾപ്പടവിൽ കാലവർഷത്തിൽ വെള്ളം നിറഞ്ഞതാണ്. ട്രാക്ടറും കൊയ്ത്ത് മെതിയടി യന്ത്രങ്ങളും കണ്ട പടവിലിപ്പോൾ കയാക്കിംഗ്, പെഡൽ ബോട്ടുകളാണ് താരങ്ങൾ. പടവിലെ ഓളപ്പരപ്പിൽ ഗ്രാമീണതയുടെ സൗന്ദര്യവും ഊഷ്മളതയും ആവോളം നുകർന്ന് കയാക്കിംഗ്, ബോട്ട് സവാരികൾ ആസ്വദിക്കുകയാണ് ഇവിടെ എത്തുന്നവർ. സായാഹ്നതയുടെ ശാന്തതയും പ്രകൃതി സൗന്ദര്യവും തന്നെയാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന പ്രധാന സവിശേഷതകൾ. കുട്ടികളും കുടുംബവുമായി അവധി ദിനങ്ങൾ ഉല്ലാസപ്രദമാക്കാൻ സ്വന്തം നാട്ടിൽ ഒരിടം എന്നതും വിനോദസഞ്ചാരികളെ ചേനത്തെത്തിക്കുന്നു. ചേനം തരിശുപടവ് കമ്മിറ്റിയാണ് നെല്ലറ ഗ്രാമീണ ടൂറിസം പദ്ധതി എന്ന പേരിൽ ജലസഞ്ചാരത്തിന് തുടക്കം കുറിച്ചത്. അതിന് പിന്നിൽ ഒരു കാരണവുമുണ്ട്. നമ്മുടെ കാർഷിക മേഖല വളരെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നെൽകൃഷി എന്ന് പറഞ്ഞാൽ വളരെ നഷ്ടത്തിലാണ്. ഗവൺമെൻറ് വെച്ച് കഴിഞ്ഞാൽ സബ്സിഡി നിരക്കിലും വളത്തിന് ക്രമാതീതമായിട്ടുള്ള വിലവർധനവും കൂലിച്ചിലവും എല്ലാം വളരെ ഗണ്യമായി കൂടിക്കൊണ്ടിരിക്കുക. ഈ അവസ്ഥയിൽ ഇതര വരുമാനം സ്വരൂപിച്ച് കർഷകർക്ക് ഒരു കൈത്താങ്ങ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒപ്പം നമ്മുടെ ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്കുള്ളൊരു വരുമാനം, ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ ഗ്രാമത്തിൻ്റെ സാമ്പത്തിക രംഗത്തൊരു സ്വയം പര്യാപ്തി കൈവരിക്കുന്നതിൻ്റെ ലക്ഷ്യം ഒപ്പം തന്നെ കർഷകരും. പരീക്ഷണാർത്ഥം തുടങ്ങിയ പദ്ധതി നെൽകൃഷിയുടെ ഇടവേളയെ അടുത്ത കാർഷിക വർഷത്തേക്ക് ഉന്മേഷദായകമാക്കുക എന്ന ലക്ഷ്യവുമുണ്ട്. നമ്മൾ നെൽകൃഷി കഴിഞ്ഞാൽ 5-6 മാസക്കാലം വെറുതെ കിടക്കുന്ന ഈ ഭൂമിയിൽ ഇതുപോലെയുള്ള കയാക്കിങ്, പെഡൽ ബോട്ട്, മറ്റു ജലസവാരികൾ ഉപയോഗിച്ച് കൃഷിക്ക് ഒരു ഉന്മേഷവും കർഷകർക്ക് വരുമാനവും ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ഇതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. പദ്ധതിയുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവാണ് നിർവഹിച്ചത്. കാർഷിക ഇടവേളയിൽ കർഷകർക്ക് ഇതര വരുമാന മാർഗമെന്ന നിലയിൽ ജില്ലയിലെ ഇത്തരം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന സന്ദേശവും പദ്ധതിയിലൂടെ പടവ് കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നു. നമ്മളുടെ മുഴുവൻ പാടശേഖരങ്ങളും അതിനുള്ള ഭൗതിക സാഹചര്യങ്ങളുണ്ട്. നമുക്ക് അത് പരമാവധി ഗവൺമെൻറ് തലങ്ങളിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലേക്ക് വിനിയോഗിച്ച് കർഷകരെ സാമ്പത്തിക രംഗത്ത് സഹായിക്കുകയാണ്. ഞായറാഴ്ച അടക്കമുള്ള അവധി ദിവസങ്ങളിൽ നിരവധി പേരാണ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടേക്ക് എത്തുന്നത്. വിനോദത്തിനൊപ്പം കർഷകർക്ക് ഒരു കൈത്താങ്ങ് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചേനം തരിശുപടവ് കമ്മിറ്റി ഇത്തരത്തിലുള്ള കയാക്കിംഗ്, ബോട്ടിംഗ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ നല്ല ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും. ചേനം തരിശുപടവ് കമ്മിറ്റിയുടെ ബോട്ട് സർവീസിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാർ K മലയിലിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. കരുവന്നൂർ പുഴയിൽ സംസ്ഥാന ജലസേചന വകുപ്പ് പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകി. മഞ്ഞ അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നദിയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. യാതൊരു കാരണവശാലും നദിയിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി വാഴാനി ഡാമിന്റെ സ്ലൂയിസ് വാൽവുകൾ തിങ്കളാഴ്ച തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചു.
കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. 55.45 മീറ്ററാണ് ഡാമിലെ നിലവിലെ ജലനിരപ്പ്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം ജലനിരപ്പ് 51.52 മീറ്ററായിരുന്നു. ഭാരതം ലോകത്തിന് നൽകിയ അമൂല്യ സംഭാവനയാണ് യോഗ. യോഗയുടെ പ്രചരണത്തിനായി ലോകം ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നു. ഒരു ഭൂമിക്ക് ഒരു ആരോഗ്യത്തിന് യോഗ എന്ന പ്രമേയവുമായാണ് ഇത്തവണ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നത്. നമ്മുടെ ആരോഗ്യം മാത്രമല്ല, ഭൂമിയുടെ ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്നുവെന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയത്തിൻ്റെ സവിശേഷത. ജീവിതത്തെയും പ്രകൃതിയെയും ഒരുപോലെ കൊണ്ടുപോകുക എന്നതാണ് ഈ ദിനാചരണം വിഭാവനം ചെയ്യുന്നത്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം നിലനിർത്താനായിട്ട് യോഗ പരിശീലിക്കുന്നു. മനസ്സിൻ്റെ ആരോഗ്യമാണ് ശരീരത്തിൻ്റെയും ആരോഗ്യം. മനസ്സിന് സമാധാനമുണ്ടെങ്കിൽ ശരീരത്തിനും സമാധാനവും സന്തോഷം കിട്ടും. എല്ലാവരുടെയും ആരോഗ്യമാണ് മനസ്സമാധാനത്തിന് ആവശ്യം. യുജ് എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് യോഗ എന്ന വാക്ക് രൂപം കൊണ്ടത്. ചേരുക, ഒന്നിക്കുക എന്നൊക്കെയാണ് ഇതിനർത്ഥം. ശാരീരിക വ്യായാമമായി മാത്രമല്ല, മനസ്സിൻ്റെ സമാധാനത്തിനും മാനസികവും ശാരീരികവും ആത്മീയവുമായ ഉണർവ് പ്രദാനം ചെയ്യുന്നതിനും യോഗ അത്യുത്തമമാണ്. 2014 ഡിസംബർ 11 ഐക്യരാഷ്ട്രസഭയാണ് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി പ്രഖ്യാപിച്ചത്. 2015 ജൂൺ 21 പ്രഥമ അന്താരാഷ്ട്ര യോഗാ ദിനം. 11ാം അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലുടനീളം യോഗാ സംഗമങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. 25,000-ലേറെ സംഘടനകളുടെ പിന്തുണയോടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ദിനാചരണമാണ് ഇത്തവണ രാജ്യത്ത് നടക്കുന്നത്. ജില്ലയിലും വിപുലമായ യോഗാ സംഗമ പരിപാടികളാണ് ദിനാചരണത്തിൻ്റെ ഭാഗമായി നടക്കുന്നത്. TCV തൃശൂർ. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് യോഗ അസോസിയേഷൻ ഓഫ് തൃശൂരിന്റെയും ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന യോഗ ദിനാചരണം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. യോഗ അസോസിയേഷൻ ഓഫ് തൃശൂർ പ്രസിഡന്റ് സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, യോഗ അസോസിയേഷൻ ഓഫ് തൃശൂർ സെക്രട്ടറി MV പ്രശാന്ത്, M ബാലാജി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ യോഗാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള 500ഓളം പേർ പരിപാടിയിൽ പങ്കാളികളായി. BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. നമോ ഭവനിൽ നടന്ന ചടങ്ങിന് യോഗാചാര്യൻ അനീഷ് ഇയാൽ നേതൃത്വം നൽകി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ AN രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, ജില്ലാ പ്രഭാരി MV ഗോപകുമാർ, സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, മേഖലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത് എന്നിവർ നേതൃത്വം നൽകി. ഇന്ന് ലോക സംഗീത ദിനം. പാട്ടുകൾ കൊണ്ട് അരങ്ങുവാഴുന്ന സംഗീത കുടുംബത്തെ പരിചയപ്പെടാം. കൈകുടന്ന നിറയെ തിരുമധുരം തരും കുറുനിളം തൂവൽ കിളിപ്പാട്ടുമായി. പൊതുപ്രവർത്തകനും ഗായകനുമായ അച്ഛൻ, നാടൻ പാട്ടുകൾ പാടി അരങ്ങു തകർക്കുന്ന അമ്മ, റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ യുവഗായകനായ മകൻ. എടത്തിരുത്തിയിലെ 3 അംഗ സംഗീത കുടുംബത്തിന്റെ വിശേഷണങ്ങൾ ഇങ്ങനെയാണ്. സംഗീതത്തെ ജീവന് തുല്യം സ്നേഹിക്കുകയാണ് ഈ 3 പേരും. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും പൊതുപ്രവർത്തകനും ഗായകനുമായ AV സതീഷാണ് ഈ സംഗീത കുടുംബത്തിലെ നായകൻ. നാടൻ പാട്ടുകളിലൂടെ വിദേശത്തും സ്വദേശത്തും സംഗീതാസ്വാദകരിൽ ലഹരി പടർത്തിയ ഭാര്യ രേഖയും, സംഗീതം അഭ്യസിക്കാതെ റിയാലിറ്റി ഷോയിൽ പാട്ടിനെ കീഴടക്കിയ മകൻ അമൻ സഖയുമാണ് പാട്ടുകുടുംബത്തിലെ മറ്റംഗങ്ങൾ. ഞങ്ങൾ നിരവധി വർഷങ്ങളായിട്ട് സംഗീത ലോകത്ത് ജീവിക്കുന്നു. നാടൻ പാട്ട് പെർഫോമൻസിലൂടെ ഭാര്യ, സിനിമ സംഗീതത്തിലൂടെ അമൻ സഖയും നല്ല നിലയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഞാൻ മെയിനായിട്ട് നാടൻ പാട്ടാണ് പെർഫോം ചെയ്യാറ്. നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ സ്വരത്തിന് ചേർന്ന, എൻ്റെ ഒരു ശബ്ദത്തിന് ചേർന്ന നാടൻ പാട്ടാണെന്നുള്ളൊരു ബോധമാണ് എന്നെ ആ വഴിയിലേക്ക് എത്തിച്ചത്. സമാധാന പുസ്തകം എന്ന സിനിമയിൽ ഒരു ഗാനം അമൻ സഖയുടെ ശബ്ദത്തിലാണ്. തമിഴ്നടൻ ധനുഷിന്റെ റിലീസിനൊരുങ്ങുന്ന കുബേര എന്ന ചിത്രത്തിൽ ചെറിയ വേഷം ചെയ്ത് അഭിനയ രംഗത്തും അമൻ സഖ കയ്യൊപ്പ് ചാർത്തിക്കഴിഞ്ഞു. കവിളത്തു നിന്റെ ചിരി കാത്തിടാനിതുവഴി ഞാൻ. ഇപ്പോൾ റെഡ് ക്യാപ്പ് ഫോക്ക് ബാൻഡ് എന്ന നാടൻ പാട്ട് ട്രൂപ്പിന്റെ അമരക്കാരനാണ് AV സതീഷ്.
പൊതുപ്രവർത്തന രംഗത്ത് തിരക്കുകൾ ഏറെയുണ്ടെങ്കിലും സംഗീതത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം മൂലം ഗാനമേള വേദികളിലും സംഗീത അധ്യാപന രംഗത്തും ഇദ്ദേഹം നിറസാന്നിധ്യമാണ്. ഒരു സംഗീത ദിനം കൂടി കടന്നു പോകുമ്പോൾ ഒരേ വേദിയിൽ 3 പ്രതിഭകൾ ഒരുമിക്കുന്ന സംഗീത വിരുന്നിന് സാക്ഷികളാകാൻ കാത്തിരിക്കുകയാണ് സംഗീത ലോകം. TCV കയ്പമംഗലം. സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ അവണിശ്ശേരിയിലെ ഒരു കൂട്ടം കലാകാരന്മാർ ഒരുക്കിയ സംഗീതാൽബം മുക്തി ശ്രദ്ധേയമാകുന്നു. യൗവനം പൂക്കളായി പിശപ്പിൻ കാലമായി. ജോലി തേടി സുഹൃത്തിന്റെ അടുത്തെത്തുന്ന യുവാവ് സഹതാമസക്കാരുടെ കൂടെ കൂടി ലഹരിക്കടിമയാകുന്നതും തുടർന്ന് ലഹരിക്ക് വേണ്ടി അക്രമാസക്തനാകുന്നതും ഒടുവിൽ ലഹരി വിമുക്തി കേന്ദ്രത്തിലെ ചികിത്സയിൽ സാധാരണ നില വീണ്ടെടുത്ത് കുടുംബത്തോടൊപ്പം ചേരുന്നതുമാണ് ഈ സംഗീത ആൽബത്തിന്റെ പ്രമേയം. യാതന ഏറെയും നല്ലൊരു ഓർമ്മയായി, മാനം നിറഞ്ഞു വർണ്ണമായി, സ്നേഹം നിറഞ്ഞൊരോർമ്മയായി. അവണിശ്ശേരിയിലെ കലാകാരരുടെ കൂട്ടായ്മയായ ടീം ബിഗ് സീറോയുടെ ബാനറിൽ സജീവ് തണ്ടാശ്ശേരിയാണ് ഈ സംഗീത ആൽബത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ബാബു അമ്മൂസ് ക്യാമറയും പ്രകാശ് ചീരക്കുഴി ഗാനരചനയും നിർവഹിച്ചിരിക്കുന്നു. പെരിഞ്ചേരി ALP സ്കൂളിൽ നടന്ന ചടങ്ങിൽ അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ആൽബത്തിന്റെ റിലീസിംഗ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ സജീവ് തണ്ടാശ്ശേരി ALP സ്കൂൾ മാനേജർ VK ശശിധരന് നൽകി പോസ്റ്റർ പ്രകാശനം നടത്തി. ലഹരി വിരുദ്ധ സ്ക്വാഡ് റിട്ടയർഡ് SI സുബ്രതകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. നെസ്റ്റ് ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രം ഡയറക്ടർ ഫാദർ പോൾ പാലിശ്ശേരി, സായ രാമചന്ദ്രൻ, പ്രസാദ് മാസ്റ്റർ, PF ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ. കളഞ്ഞുകിട്ടിയ പണവും രേഖകളും അടങ്ങിയ പേഴ്സ് ഉടമയെ തിരികെ ഏൽപ്പിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർ മാതൃകയായി. തൃശൂരിലെ സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥി ജയസൂര്യയുടെ പേഴ്സാണ് തിരികെ കിട്ടിയത്. തൃശൂർ ആമ്പല്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ആവേ മരിയ ബസിന്റെ ഉടമ സിജോ, ഡ്രൈവർ ലിജോ, കണ്ടക്ടർ വിവേക് എന്നിവരാണ് പേഴ്സ് തിരികെ ഏൽപ്പിച്ച് മാതൃകയായത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9235 രൂപ, പവന് 73,880. വെള്ളി ഗ്രാമിന് 118 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 4398 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചൊവ്വൂരിൽ സ്വകാര്യ ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറി 3 സ്ത്രീകൾക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ബസ് ജീവനക്കാർ ഇറങ്ങിയോടി. മുളങ്ങുന്നത്തുകാവിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. വാൽപ്പാറ പച്ചമല എസ്റ്റേറ്റിൽ പുലി കടിച്ചുകൊണ്ടുപോയ 4.5 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് തമിഴ്നാട് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. തൃശൂരിലെ കോൺഗ്രസിൽ ഉടലെടുത്ത ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ. നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നാളെ ജില്ലയിൽ. കുമരനെല്ലൂരിൽ ജോലിക്കിടെ ഷോക്കേറ്റ് വൈദ്യുതി ജീവനക്കാരൻ മരിച്ചു. കാഞ്ഞിരക്കോട് കുടുംബ സ്വദേശി സുധാകരനാണ് മരിച്ചത്. KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിയെ റിമാൻഡ് ചെയ്തു. കോഴിക്കോട് സ്വദേശി സവാദിനെയാണ് തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. തൃശൂർ അയ്യന്തോൾ മോഡൽ റോഡ് കുടിവെള്ള പൈപ്പ് പൊട്ടി തകർന്നു. റോഡിലൂടെ കുടിവെള്ളം ഒഴുകിയിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ. പുല്ലഴി ചെറിയ പാലത്തിൽ അടിഞ്ഞുകൂടിയ ചണ്ടിയും കുളവാഴയും 5 ദിവസത്തിനുള്ളിൽ നീക്കി തുടങ്ങുമെന്ന് ഇറിഗേഷൻ വകുപ്പ്. നടപടി TCV വാർത്തയെ തുടർന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.